നോർക്ക പ്രവാസി പെൻഷനെ പറ്റിയിട്ടുള്ള ഒരു വ്യത്യസ്ത വീഡിയോ ആണ് ഇന്ന് നമ്മൾ ST ചാനലിൽ ചെയ്യുന്നത്. പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾക്ക് ഈ പറഞ്ഞതുപോലെ എന്തെങ്കിലും സുരക്ഷ ലഭിക്കുമോ എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ. കാര്യം എന്ന് പറഞ്ഞാൽ പ്രവാസി ക്ഷേമനിധി പെൻഷൻ ഇപ്പോഴും അതിനെക്കുറിച്ച് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. അതാണ് ഇന്നത്തെ നമ്മുടെ ST ചാനലിൽ വീഡിയോ ആയി ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളും ഇതെങ്ങനെ അപേക്ഷിക്കാം എന്നുള്ള കാര്യം ഞാൻ ലാസ്റ്റിലെ വീഡിയോയുടെ അവസാനം പറയുന്നതാണ്. അപ്പോൾ അതിനു മുന്നേ ഈ പ്രവാസി നോർക്ക പെൻഷൻ എന്നാൽ എന്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ പ്രവാസി നോർക്ക പെൻഷനും കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്, അതായത് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പ്രവാസ ജീവിതം കഴിഞ്ഞ് നമ്മൾ നാട്ടിലെത്തുന്ന പ്രവാസികൾക്ക് ഒരു നിശ്ചിത അംശാദായം അടച്ച് തുടങ്ങാൻ കഴിയുന്ന ഒരു പെൻഷനാണ്. അപ്പോൾ ആ പെൻഷൻ 3 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ വിദേശത്തുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ നമ്മുടെ കേരളത്തിന് പുറത്ത് ജോലി ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുമാണ് ഈ പ്രവാസ പെൻഷൻ പദ്ധതി സർക്കാർ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ നമുക്ക് ലഭിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 60 വയസ്സ് വരെ നമുക്ക് ഇതിനകത്ത് അംശാദായം അടയ്ക്കണം. അപ്പോൾ പല കാറ്റഗറി ഞാൻ പറഞ്ഞു. ഇപ്പം വിദേശത്തുള്ള ആളാണെങ്കിൽ 350 രൂപ വെച്ച് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ, ഈ പറഞ്ഞതുപോലെ 60 വയസ്സ് വരെ നമ്മൾ അടച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മിനിമം ഈ പറഞ്ഞതുപോലെ ഒരു 3500 മുതലുള്ള പെൻഷൻ 7000 വരെ കിട്ടുന്ന വിധത്തിലുള്ള പെൻഷൻ സ്കീമുകൾ നമുക്ക് ലഭിക്കും. രണ്ടാമത്തേതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടിലുള്ള ആളാണ്. നാട്ടിലുള്ള ആൾ 200 രൂപ വെച്ച് നമുക്കിതിൽ അടയ്ക്കാം. അത് തന്നെ 2 കാറ്റഗറി ഉണ്ട്. അത് ഞാൻ പറഞ്ഞു. നമ്മുടെ കേരളത്തിന് പുറത്തുള്ളവരും അതുപോലെ തന്നെ നമ്മുടെ ജോലി അവസാനിപ്പിച്ച് വന്ന ആളുകൾ, ഇവർ രണ്ടും ഈ രീതിയിലാണ് ഇതിനകത്ത് അംശാദായം അടയ്ക്കേണ്ടത്. അപ്പോൾ ഇനി അടുത്ത കാറ്റഗറി, അതായത് ഇതിനകത്തുനിന്ന് നമുക്കിനി അടുത്ത ബെനിഫിറ്റുകൾ എന്തൊക്കെയാണ് കിട്ടുന്നത് എന്നുള്ളത്. ഒട്ടുമിക്കവാറും ആൾക്കാർ ഇത് പെൻഷൻ മാത്രമാണെന്ന് കരുതിയാണ് ഇരിക്കുന്നത്. പെൻഷൻ മാത്രമല്ല ഇത്. ഈ സ്കീമിൽ നമ്മൾ ചേർന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ വിവിധ തരത്തിലുള്ള ആനുകൂല്യങ്ങൾ നമുക്ക് കിട്ടുന്നു. ആരോഗ്യ ഇൻഷുറൻസ് ഇതിനകത്തുണ്ട്. ആരോഗ്യ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് ഇൻഷുറൻസ് പോലെയല്ല ഇത്. നമ്മൾ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ട് അതിൻ്റെ ക്ലെയിമുകളും മറ്റും നമ്മൾ പ്രവാസി നോർക്ക റൂട്ട്സിലേക്ക് അയച്ചു കൊടുത്ത് നമുക്ക് ഈ പറഞ്ഞ പോലെ ഒരു റീഇംബേഴ്സ്മെൻറ്റ് കിട്ടുന്ന ഒരു രീതിയാണ്. ഏകദേശം 50,000 രൂപയ്ക്ക് അകത്ത് വരെയുള്ള ക്ലെയിമുകൾ നമുക്ക് ഈ പറഞ്ഞതുപോലെ ഇതിലൂടെ ലഭിക്കുന്നതാണ്. പിന്നെ അതുപോലെ കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള സ്കോളർഷിപ്പും അതുപോലെയുള്ള ധനസഹായങ്ങളും വൺ ടൈം നമുക്ക് ഇതിനകത്ത് കിട്ടുന്നതാണ്. ഇത് നിലവിൽ 5 വർഷം നമ്മൾ ഈ പറഞ്ഞ പോലെ സ്കീമിൽ ചേർന്ന് അംശാദായം അടച്ചു കഴിഞ്ഞാലേ ഉള്ളൂ നമുക്ക് ഈ പറഞ്ഞ പോലെ ഇത് ലഭിക്കുക. അതുപോലെ തന്നെ നമുക്ക് കുട്ടികളുടെ വിവാഹ ആവശ്യങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വീട് വയ്ക്കുവാൻ വേണ്ടിയിട്ട് പലിശരഹിത വായ്പകൾ, അതുപോലെ തന്നെ പലിശരഹിത എമൗണ്ട് തുടങ്ങിയവ ഒക്കെ നമുക്ക് ഇതിലൂടെ ലഭിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത ഒരു ഘട്ടം നിങ്ങൾ ചോദിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ, ഇതിലേക്ക് ആർക്കൊക്കെ അപ്ലൈ ചെയ്യാം, എത്ര ഏജുകാർക്ക് അപ്ലൈ ചെയ്യാം. അതായത് 18 മുതൽ 60 വയസ്സിൽ താഴെയുള്ള ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ള പ്രവാസികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കീമാണ്. അവർക്ക് ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കും. ഇനിയാണ് നമ്മുടെ വീഡിയോയുടെ പ്രധാന ഭാഗം. അതായത് ഇതിനകത്ത് ഇത് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഇത് എങ്ങനെ നമ്മൾ അപ്ലൈ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ആദ്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ ചെയ്യുവാനായിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ചെയ്യുന്ന ആളുകളാണെങ്കിൽ പ്രവാസി നോർക്ക റൂട്ട്സ് എന്നുള്ള വെബ്സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. പക്ഷേ അത് കഴിവതും ഒരു അംഗീകൃത കോമൺ സർവീസ് സെൻറ്ററിലോ അല്ലെന്നുണ്ടെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളിലോ വല്ലതും പോയി ചെയ്യുന്നതായിരിക്കും നല്ലത്. കാര്യം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഡോക്യുമെൻറ്റ്സുകൾ ഒരുപാട് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ ഈ പ്രവാസി ആണെന്ന് തെളിയിക്കുവാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ വിസയുടെ കോപ്പി, അല്ല ഇപ്പം വിസ അല്ല, നമ്മുടെ ID കാർഡ്, അത് പിന്നെ ഫോട്ടോ, പിന്നെ അവിടുത്തെ നമ്മുടെ പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജ്, ബാക്ക് പേജ് സെൽഫ് അറ്റസ്റ്റ് ചെയ്തത്, പിന്നെ ആധാർ കാർഡ്, സിഗ്നേച്ചർ, ഇത്രയും സാധനം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം. അതോടൊപ്പം തന്നെ ഞാൻ പറഞ്ഞു 3 കാറ്റഗറി ഉണ്ടെന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ കാറ്റഗറിയിലുള്ള ആൾ ഫോം B വില്ലേജ് ഓഫീസറെ കൊണ്ട് സൈൻ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ നാട്ടിലുള്ള പ്രവാസികൾക്ക് ഇതിനകത്ത് അപ്ലൈ ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ കേരളത്തിന് പുറത്തുള്ളവരാണെങ്കിൽ അവരുടെ ID കാർഡും മറ്റു കാര്യങ്ങളും ഉപയോഗിച്ച് 3 വർഷം അല്ലെ 5 വർഷമെങ്കിലും പുറത്തായിരുന്നു എന്ന് തെളിയിക്കുന്ന ഡീറ്റെയിൽസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പദ്ധതിയിൽ ചേരാം. ഇത് വളരെ നല്ലൊരു പദ്ധതിയാണ്. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ
കൂട്ടുകാരിലും ഈ പദ്ധതി എത്തിക്കുക. കാര്യം എന്ന് വെച്ചാൽ കുറഞ്ഞ ഏജ് ലിമിറ്റിൽ നമ്മൾ ഇതിൽ ചേർന്ന് കഴിഞ്ഞാൽ കൂടുതൽ ആനുകൂല്യങ്ങൾ നമുക്ക് കൈപ്പറ്റുവാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ എല്ലാ പ്രാവശ്യവും പറയുന്ന പോലെ തന്നെ തീർച്ചയായിട്ടും നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നും നമ്മുടെ ചാനലിൽ ഇതുപോലെ ഉപകാരപ്രദമായിട്ട് ഒരുപാട് വീഡിയോകൾ ഇനി വരും ദിവസങ്ങളിൽ വരാനുണ്ട്. അപ്പോൾ അത് വീഡിയോ മാത്രമല്ല നമ്മൾ ചെയ്യുന്നത്, ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോ നമ്മുടെ കസ്റ്റമറിനും ആയാലും ഇത് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാര്യങ്ങൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അതുപോലെ നിങ്ങൾക്ക് സംശയങ്ങൾ ഒരുപാട് കാണും. ഇപ്പോൾ ഈ പദ്ധതി എങ്ങനെയാണ് ഇതിൽ ആപ്ലിക്കേഷൻ ഇടുന്നത്, ഇത് സബ്മിറ്റ് ആകുന്ന എങ്ങനെ, ഇതുപോലെ പെൻഷൻ എന്ന് കിട്ടും, അതുപോലെ മരിച്ചു കഴിഞ്ഞാൽ ബെനിഫിറ്റ് കിട്ടുമോ, അതുപോലെ തന്നെ നോമിനി എങ്ങനെ ഇതിനകത്ത് വെക്കുന്നു, നോമിനിക്ക് എന്ത് ബെനിഫിറ്റ് കിട്ടും, അങ്ങനെ തുടങ്ങി ഒരുപാട് സംശയങ്ങളാണ്. ആ സംശയങ്ങളെല്ലാം നമ്മുടെ SG ചാനലിൽ തന്നെ വിവിധ വീഡിയോകളായിട്ട് നേരത്തെയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയും കൂടുതൽ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ വെച്ചിട്ട് നമ്മുടെ വീഡിയോയിൽ കമൻറ്റ് ചെയ്താൽ മതി. അത് നമ്മൾ ഏത് സമയത്തും അതിന് റിപ്ലൈ ചെയ്യും. അതുപോലെ അതിലും കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാർക്ക് നേരിട്ട് നമ്മളെ ബന്ധപ്പെടാം. നമ്മുടെ വാട്സപ്പിൻ്റെ ഡീറ്റെയിൽസ് നമ്മളെ വീഡിയോയിൽ കൊടുക്കും. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൂട്ടുകാരിലും എല്ലാം ഒന്ന് ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം SG ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.